അഭിനയിച്ച സിനിമയുടെ ഒരു ഭാഗമായി മാത്രമേ അതിന് തീർച്ചയായിട്ടും നല്ല സിനിമകൾ നടക്കുന്നുണ്ടെന്നുള്ളവരും സാധാരണ എല്ലാവരെയും പോലെ അറിയാമെന്നല്ലാതെ ആ സിനിമകളിൽ നിന്ന് സംഭവിക്കുന്നു, ആ സിനിമ എങ്ങനെ ഷൂട്ട് ചെയ്യപ്പെടുന്നു, അതിൻ്റെ ഇതേ രീതിയാണ് ഫോളോ ചെയ്യുന്നതൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല, ചോദിക്കാൻ ശ്രമിച്ചിട്ടില്ല, അറിയാൻ ശ്രമിച്ചിട്ടില്ല. കാരണം നമ്മളുടെ ജോലി, നമ്മൾ ഏൽപ്പിച്ച വർക്ക്, നമ്മുടെ ആ ഒരു ലൊക്കേഷൻ, അതിൻ്റെ സൗന്ദര്യം ഒക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള രീതിയിലായിരുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പം എല്ലാ പ്രേക്ഷകരെപ്പോലെയും നമ്മൾ ഈ 15-ാം തീയതി മറ്റുള്ള സിനിമകളൊക്കെ കാണാൻ വേണ്ടി. ഞാൻ ആക്ച്വലി ആദ്യത്തെ പോസ്റ്റർ വന്നപ്പോൾ ഒരു ബൊക്കെ പോലെ ഉണ്ടായിരുന്നില്ല കാണാൻ. ശരിക്കും സച്ച് എ ബ്യൂട്ടിഫുൾ ബൊക്കെ ദ പോസ്റ്റർ ഡിസൈൻ. പക്ഷെ മലയാള സിനിമയിൽ ഇതിൽ നിന്ന് മുമ്പും നടന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ആൾക്കൂട്ടത്തിൽ തന്നെയിൽ മോഹൻലാലും മൗലിയും രണ്ടുപേരും അഭിനയിക്കുകയാണ്. വളരെ വെൽ റിട്ടൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിട്ട്. ഇപ്പം നമ്മളുടെ സിനിമ ഇൻഡസ്ട്രിയിൽ എപ്പോഴും കാണപ്പെടുന്നത് ഏത് തരത്തിലുള്ള സ്റ്റാർട്ടപ്പ് ഉണ്ടെങ്കിലും കഥ നല്ലതാണെങ്കിൽ, സ്ക്രീൻ പ്ലേ നല്ലതാണെങ്കിൽ, ആ വിഷനുമായിട്ട് ലൈനാണെങ്കിൽ ആക്ടേഴ്സിന് ഒരിക്കലും ആ ഒരു ഈഗോ പ്രശ്നം ഉണ്ടായിട്ടൊന്നും ചെയ്യാതിരുന്നിട്ടൊന്നുമില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന ട്രാഫിക് എന്ന് പറഞ്ഞ സിനിമ റിലീസായ സമയത്ത് ഇപ്പോൾ ഭയങ്കര കൃത്യമായിട്ട് ഓർമ്മയുണ്ട്. അതിൽ ആസിഫുണ്ട്, നിവിൻ കെയിം ഇൻ ദ വെരി എൻഡ് ഒരു ഷോർട്ടിനായിട്ട്, അത് ശ്രീനിവാസൻ സർ, എല്ലാവരും അതിലൊരു ക്യാരക്ടറായിട്ട്, കുഞ്ചാക്കോ ബോബൻ, ഇവരെല്ലാവരും ഒരു ക്യാരക്ടറായിട്ട് അതിൽ ജീവിക്കാനാണ് വരുന്നത്. അവരവരുടെ ഞാൻ ഇന്ന ആക്ടറാണ് എന്നുള്ള സ്പേസ് അല്ല. ഇപ്പോൾ എം ടി വാസുദേവൻ നായർ സാറിൻ്റെ ഒരു ആന്തോളജിയിലെ ഒരു ഭാഗം, ഒരു ട്രിബ്യൂട്ടായിട്ടാണ് നമ്മളെല്ലാവരും കരുതുന്നത്. അറ്റ്ലീസ്റ്റ് ഐ ഹോപ്പ് ഐ എം റൈറ്റ് ഇൻ സെയിങ് ദാറ്റ്. ഇങ്ങനത്തെ ഒരു അവസരം അങ്ങനെ എനിക്ക് ആദ്യം അശ്വസിച്ചിട്ട് കോള് വന്നപ്പോൾ ഞാൻ വേറെ ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ബിക്കോസ് യെസ്, ദർ ഇസ് നോ അതർ തിങ്. ലോജിസ്റ്റിക്കലി കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നതേ ഉള്ളൂ, അല്ലാതെ അതൊരു ഒരിക്കലും ഒരു നോ ആവില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു നമുക്ക് എല്ലാവർക്കും അത് തന്നെയായിരിക്കും തോന്നിയിട്ടുണ്ടായിരുന്നു. എം ടി സാറിൻ്റെ വേൾഡ്സ് ദാറ്റ് ഹി ക്രിയേറ്റഡ്, അതിനെ പകരം വെക്കാൻ വേറെ ആരുമില്ല. അപ്പം അതിലൊരു അഭിനേത്രി എന്ന രീതിയിൽ അങ്ങനെ ഒരു ചാൻസ് കിട്ടുന്ന ഒരു വലിയ ബ്ലെസ്സിംഗ് ആണ്. ഞാൻ തിയേറ്റർ ചെയ്യുന്ന സമയത്ത് പ്രശാന്ത് നാരായണ സാറ് അദ്ദേഹത്തിൻ്റെ കഥകൾ വെച്ചിട്ട് നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് കുട്ടിയെഴുത്തി എന്ന് പറയുന്ന ക്യാരക്ടറും അതുപോലെ തന്നെ പുണ്യാർച്ച എന്ന് പറയുന്ന ഒരു 2.5-3 മണിക്കൂറുള്ള ഒരു പ്ലേ ആയിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാടകമൊക്കെ ചെയ്യാൻ നല്ലത് സിനിമയൊന്നും മോഹിക്കാൻ മാത്രമുള്ള ഒരാളായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സിനിമകൾ. അപ്പോൾ അദ്ദേഹം സിനിമ ചെയ്യുന്ന സമയത്ത്, കൂടുതലായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്നും ആക്ടേഴ്സ് ആയിട്ട് വന്നിട്ടുമില്ല. അപ്പോൾ അതൊരു ആഗ്രഹമായിട്ട് അതൊന്നും നടക്കില്ലല്ലോ എന്നുള്ള ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആദ്യം സുധീരേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നത് കുട്ടിയെഴുത്തി എന്നുള്ളതായിരിക്കും. ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ സിനിമ ഷൂട്ട് ചെയ്ത സമയത്ത് മാറ്റി. അങ്ങനെ പിന്നെ ജയരാജ് സാറിൻ്റെ സ്വർഗം തുറക്കുന്ന സമയം, ആ സിനിമയിൽ സീതാലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടർ ഞാൻ ചെയ്തു. പിന്നെ അതിൽ ആക്ടേഴ്സിനെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഈ ആന്തോളജിയിൽ ആക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു റൂൾ ഉണ്ടായിരുന്നു. പക്ഷേ പ്രിയൻ സാറ് ഓളവും തീരവും ചെയ്ത സമയത്ത് ഫിലോമിന ചേച്ചി ചെയ്തിട്ടുള്ള ക്യാരക്ടറിനാണ് എന്നെ വിളിച്ചത്. അപ്പോഴും എനിക്ക് അറിയില്ല, ഞാൻ അത് വായിച്ചിട്ടേ ഉള്ളൂ, സിനിമയൊന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്നോട് ആദ്യം വിളിച്ച ആ സിനിമ കാണരുത്, അതെനിക്ക് വേണ്ട, ആ രീതിയിൽ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വേറൊരു ഇതാണെന്ന് പറഞ്ഞിട്ടാണ് ആ സിനിമ. അപ്പം ഞാൻ ആലോചിക്കുന്നത് എന്തെങ്കിലും കോമഡിയൊക്കെ പോലെ ആയിരിക്കും എന്നൊക്കെയുള്ള രീതിയിലാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒന്നും അറിയാതെ പോയത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു. പക്ഷേ എനിക്കത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റോളായിരുന്നു. ഒരു 67 വയസ്സുള്ള ഒരു ഉമ്മയുടെ ക്യാരക്ടറാണ് അത്. പ്രത്യേകിച്ച് എനിക്ക് വളരെ പ്രയാസം ദുർഗയുടെ അമ്മയായിട്ട് അഭിനയിക്കുക എന്നുള്ളൊരു വലിയൊരു ചാലഞ്ച് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സങ്കല്പിച്ചു എൻ്റെ ഭർത്താവിൻ്റെ ഛായയായിരിക്കും അവൾക്ക് എന്നൊക്കെ. അതേപോലെ തന്നെ ലാൽ സാറിൻ്റെ ഒരു അമ്മായിയമ്മയായിട്ടും വരും. പ്ലീസ് നോ, ഇത് കാരണം ഇനി എല്ലാവർക്കും നായകന്മാരുടെ അമ്മ വേഷങ്ങളിലേക്ക് മാത്രം എന്നെ കൺസിഡർ ചെയ്യരുത്. കാരണം അത് ഞാനിപ്പോൾ ചെയ്യില്ല. ദുർഗ പിന്നെ എൻ്റെ നാട്ടുകാരി ആയതുകൊണ്ടും ഒക്കെ കൂട്ടുകാരി ആയതുകൊണ്ടും ഒക്കെ ഞാനൊരു കൺസിഡർ തന്നതാണ് കേട്ടോ. അത് മാത്രമല്ല എം ടി സാറിൻ്റെ എന്ത് ക്യാരക്ടറാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളൊരു അത്രയും ആഗ്രഹമുണ്ട്. അപ്പോൾ ആക്ടേഴ്സ് എപ്പോഴും ബെഗേഴ്സാണ്. അപ്പോൾ അവർക്ക് എന്താണോ കിട്ടുന്നത് അത് ഏറ്റവും നന്നായിട്ട് ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഇത് സെലക്ട് ചെയ്യാം, അത് സെലക്ട് ചെയ്യാം, ഈ ക്യാരക്ടർ എനിക്ക് വേണ്ട, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ നിമിഷം വരെ എനിക്ക് വരാത്തത് കൊണ്ടും എനിക്കിത് വലിയൊരു ഗിഫ്റ്റായിരുന്നു.
പിന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ കടന്നു പോയിട്ടുള്ള ഏജൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചിന്തിക്കാൻ പറ്റും എങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് 67 വയസ്സ്, അതും 67 കാലഘട്ടങ്ങളിൽ എഴുതിയിട്ടുള്ള ഒരു കഥ. അപ്പം അതൊക്കെ എനിക്ക് വളരെ ചാലഞ്ചിങ് ആയിരുന്നു. 2-3 മണിക്കൂർ മേക്കപ്പ് ഒക്കെ ചെയ്ത് ചെയ്യുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ഈ 2 സിനിമകളിൽ അഭിനയിക്കാൻ പറ്റി. അതും എല്ലാ ലെജൻസിൻ്റെ കൂടെയുമുള്ള ഓളവും തീരവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രത്തിൽ അഭിനയിക്കാൻ പറ്റി. അതൊക്കെ വലിയ ഭാഗ്യമായിട്ട് കരുതി.